സമുദായ ഐക്യവുമായി മുന്നോട്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർ ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി. ഇനി NSSുമായി കൊമ്പുകോർക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികാണ്. സുധീഷ്, ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഐക്യവുമായി മുന്നോട്ട് പോകും, ഇനി ഒരിക്കലും NSSുമായി കൊമ്പ് കോർക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾക്കായി ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണല്ലേ? KP അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ഉപാധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് തുടർന്നുള്ള ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചർച്ചയ്ക്കുള്ള സമയം ചോദിക്കുകയും ചെയ്യും എന്നതാണ് ഈ യോഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നായാടി മുതൽ നസ്രാണി വരെയുള്ള സമുദായങ്ങളെ കൂട്ടിയോജിപ്പിച്ചു പോവുക എന്നതാണ് SNDP മുന്നോട്ട് വെക്കുന്ന പ്രധാന ലക്ഷ്യം. അത് അത്തരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി ക്രൈസ്തവ സംഘടനകൾ ഇതിനോടകം തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ആ രീതിയിലുള്ള ചർച്ചകൾക്ക് തുഷാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. NSSുമായി വളരെ തുറന്ന ഒരു ചർച്ച ഏത് രീതിയിലും സഹകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് SNDP യോഗം മുന്നോട്ട് വെക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, അതിന് ആദ്യമേ നന്ദി പറയുന്നു എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ തങ്ങളെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് NSS കാണിച്ചു എന്നത് തന്നെയാണ് പറയുന്നത്. തന്നെ വളഞ്ഞിട്ട് മുസ്ലിം ലീഗും VD സതീശനടക്കമുള്ള UDF നേതാക്കളും ആക്രമിക്കുമ്പോൾ അതിൽ ഒരു കരുത്തു പകരാൻ, ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു കരുത്തു പകരാൻ NSSൻ്റെ പ്രസ്താവന വളരെയധികം പ്രയോജനം ചെയ്തു എന്നതും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ആ രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ അത് ഏത് രീതിയിലാവണം എന്നത്, അതിൽ സമദൂര NSS മുന്നോട്ട് വെച്ചാൽ അതിലടക്കമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലടക്കം തീരുമാനമെടുക്കുമ്പോൾ ഇനിയും NSSുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി അതിരൂക്ഷമായ ഭാഷയിൽ പറഞ്ഞത് VD സതീശനെതിരെയായിരുന്നു, പ്രതിപക്ഷ നേതാവിനെതിരെയായിരുന്നു. സുകുമാരൻ നായരും അതേ കാര്യമാണ് ആവർത്തിക്കുകയും ചെയ്തത്. അവിടെ കോൺഗ്രസിനോട് അയിത്തമില്ല, ചില നേതാക്കളോടാണ് ഇത്തരത്തിലുള്ള വിമർശനമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയുണ്ടായി. രമേശ് ചെന്നിത്തലയെ VD സതീശനേക്കാൾ മികച്ച നേതാവ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് NSSന്റെ ഈ സമദൂര സിദ്ധാന്തം, സമദൂര ശൈലി SNDPയും പിന്തുടരും. അത്തരത്തിൽ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് NSSുമായി കൂടി ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. അത് തന്നെയാണോ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്? KP വെള്ളാപ്പള്ളി വ്യക്തമാക്കി അത്തരം കാര്യങ്ങളിൽ ഇനിയും തീരുമാനമെടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിനു മുമ്പ് NSSുമായി കൂടി ആലോചിക്കും. അത്തരത്തിൽ കൂടി ആലോചിച്ച് പൂർണ്ണമായും ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്. ഇനി ഒരിക്കലും ഒരു കൊമ്പ് കോർക്കുന്ന സാഹചര്യം NSSുമായി ഉണ്ടാകില്ല എന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ NSS കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറഞ്ഞ കാര്യമുണ്ട്. അതായത് അടിസ്ഥാന മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഐക്യമാണ് NSS മുന്നോട്ട് വെക്കുന്നത്. അതിൽ രാഷ്ട്രീയ നിലപാടിൽ സമദൂര സിദ്ധാന്തം അത് തുടരും എന്ന് കൃത്യമാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ അഭിപ്രായം പറയുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യമാണ് NSS മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് NSSൻ്റെതായ അഭിപ്രായങ്ങൾ, NSSൻ്റെതായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ട്, അതുണ്ടാവും, തുടർന്നും ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് ആ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത്. അത്തരം കാര്യങ്ങളിലടക്കം ഇനി SNDP യോഗം ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് NSSുമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോകും എന്ന തുറന്ന മനസ്സോടുള്ള ഐക്യത്തിന് പൂർണ്ണ പിന്തുണ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, ഇല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ചേർന്ന ഈ നേതൃയോഗത്തിൽ 2 പ്രധാന പ്രമേയങ്ങളും പാസ്സാക്കി. അതിലൊന്ന് മുസ്ലിം ലീഗിനെതിരെയും അതോടൊപ്പം തന്നെ VD സതീശൻ, കോൺഗ്രസ് നേതാവ് VD സതീശൻ്റെ പേര് പറയാതെ VD സതീശനുമെതിരെയുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ തുല്യ നീതി ലഭ്യമാവുന്നില്ല, വിവേചനം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ച് കടന്നാക്രമിക്കുന്ന സമീപനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ VD സതീശനടക്കമുള്ള ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവരുടെ നിലപാടുകളെ തള്ളി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു പാസ്സാക്കിയതിലൊന്ന്. മറ്റൊന്ന്, തുല്യ നീതി ലഭ്യമാകുന്നതിൽ വലിയ വിവേചനം നിലനിൽക്കുന്നു, അത്തരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി
നായാടി മുതൽ നസ്രാണി വരെയുള്ള സമുദായങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന്, അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്, അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രമേയം. ഇത്തരത്തിൽ 2 പ്രമേയങ്ങൾ പാസ്സാക്കിയിരുന്നു. ഇതിനകത്തും വി ഡി സതീഷിനെതിരെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സമീപനങ്ങൾക്കെതിരെയും എല്ലാം രൂക്ഷ വിമർശനം തന്നെയാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മുസ്ലിം ലീഗ് അധികാരത്തിലുള്ളപ്പോൾ വിവേചനം നേരിടേണ്ടി വരുന്നു, പൂർണ്ണമായും അവഗണിക്കുന്നു ചിലരെ. അത്തരം ആൾക്കാർ ഒന്നിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ നേതൃയോഗം കൈക്കൊണ്ടിട്ടുള്ളത്. അതിനായാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളതും. തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് തന്നെ സുകുമാരൻ നായരുമായി ഫോണിൽ ബന്ധപ്പെടുകയും അടിയന്തരമായി തന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മറ്റ് സമുദായങ്ങളുമായുള്ള ചർച്ചയും കാലതാമസം ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കിയിട്ടുള്ളത്. KP യെസ്, സമുദായ ഐക്യവുമായി മുന്നോട്ടെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. തുടർ ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.